സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ വാക്കിംഗ് ന്യൂമോണിയ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എന്താണ് ഈ വാക്കിംഗ് ന്യൂമോണിയ? ന്യൂമോണിയ പോലെ തീവ്രമല്ലെങ്കിലും സമാന ലക്ഷണങ്ങളോട് കൂടിയതാണ് വാക്കിംഗ് ന്യൂമോണിയ. കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുതരം ശ്വാസകോശ അണുബാധയാണിത്. ബാക്ടീരിയയും വൈറസുമാണ് അണുബാധയ്ക്ക് കാരണം. പ്രധാനമായും മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആന്റിബയോട്ടിക് ചികിത്സ ആരംഭിക്കുകയും രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നതുവരെ കുട്ടി കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കണം. പ്രധാനമായും 5 മുതൽ 15 വയസ്സുവരെ ഉള്ളവരെയാണ് നേരത്തെ രോഗം ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിലും പ്രായം കുറഞ്ഞ കുട്ടികളിലും രോഗം പടരുന്നുണ്ട്. ജലദോഷം 7 മുതൽ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതായി തോന്നുമ്പോൾ, പ്രത്യേകിച്ച് ചുമ വർദ്ധിക്കുകയോ വിട്ടുമാറാതിരിക്കുകയോ ചെയ്താൽ അത് വാക്കിംഗ് ന്യൂമോണിയ ആകാം. രോഗലക്ഷണങ്ങൾ പലപ്പോഴും മൈൽഡ് ആയിരിക്കും. ചില സമയത്ത് മാത്രമാകും ലക്ഷണങ്ങൾ ഗുരുതരമായി തോന്നുക. വാക്കിംഗ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ സാധാരണയായി അണുബാധ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തോ മധ്യഭാഗത്തോ അണുബാധയുള്ള കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാകാം. ശ്വാസകോശത്തിന് താഴെ വയറിന് സമീപത്തായി അണുബാധയുള്ളവർക്ക് ശ്വസന പ്രശ്നങ്ങൾക്ക് പകരം വയറുവേദന, ഓക്കാനം, ഛർദി എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. സമ്പർക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. രോഗബാധിതർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ബാക്ടീരിയ മറ്റുള്ളവരിലേക്ക് പകരാം. അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമാണ്. വീട്ടിലെല്ലാവരും ഇടയ്ക്കിടെ കൈകൾ കഴുകുകയും രോഗിയുടെ പാത്രങ്ങളും ഗ്ലാസുകളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക.